മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മലായ് കോഫ്തയാണ്. ചപ്പാത്തിയുടെ നാനിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് ആണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പൊട്ടറ്റോ ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യൂബ്സ് ആയിട്ടുള്ള പനീറാണ്. അതൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. പനീറും നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു വലിയ ബൗളിലേക്ക് നമ്മൾ പനീർ പൊടിച്ചതും പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പൊട്ടറ്റോയും പനീറും ഒരേ അളവ് തന്നെ ആയിരിക്കണം. ഞാനിവിടെ 200 ഗ്രാം ആണ് പനീർ എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിരിക്കുന്ന പൊട്ടറ്റോയും 200 ഗ്രാം ആണ്. ഇതിലേക്ക് മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചോപ്പ് ചെയ്തിട്ട് ചേർക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോർ ചേർക്കാം. കോൺഫ്ലോറോ മൈദയോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ അല്പം ഓയിൽ പരട്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ബോൾസ് ആക്കി എടുക്കുന്ന സമയത്ത് അല്പം കോൺഫ്ലോറും കൂടി ഇതിന്റെ മുകളിലേക്കൊന്ന് തൂളി കൊടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ അത് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. ഞാനിപ്പോ ഇതെല്ലാം ഇവിടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഉൾഭാഗം വേകാതെ വരും. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം. ഇപ്പൊ ഇതെല്ലാം പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് കോരിയെടുക്കാം. നമ്മള് കോഫ്ത എല്ലാം ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് സവാളയാണ്. 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും 2 പച്ചമുളകും 12 കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ആദ്യം ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വേവിച്ചെടുക്കാനുള്ളത് കൊണ്ട് ഒത്തിരി ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. സവാളയുടെ കളർ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. നമുക്കിത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം.
ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി വേറൊരു ബൗളിലേക്ക് മാറ്റിയതാണ്. ഇപ്പൊ ഇത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നമ്മുടെ ഈ തക്കാളിയുടെ സ്കിന്നൊക്കെ അതിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അരിച്ചു മാറ്റിയിട്ട് നല്ല സ്മൂത്ത് ഗ്രേവി ആക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. തക്കാളിയുടെ സ്കിന്നൊക്കെ ശരിക്കും അരയാതെ ഇതിനകത്തുണ്ടാവും. അപ്പൊ അതൊക്കെ അരിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. പൊടികൾ കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ടൊമാറ്റോ ഓണിയൻ പേസ്റ്റ് കൂടെ ചേർക്കാം. നമ്മള് സവാളയും തക്കാളിയൊക്കെ വേവിച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിന് പച്ചമണം മാറേണ്ട ആവശ്യമൊന്നുമില്ല. മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഗ്രേവി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. നമുക്ക് കറിക്ക് എത്ര ചാറ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്. നമ്മള് സവാളയും തക്കാളിയൊക്കെ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ഇപ്പൊ ഞാനിതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഷുഗറും കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കസൂരി മേത്തിയാണ്. 1 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയിട്ട് കയ്യിലിട്ട് പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ക്രീമാണ്. അപ്പൊ ഞാനിതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മലായ് കോഫ്തയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം കോഫ്തയിലേക്ക് ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. കോഫ്ത ഇതിലിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിയുടെ നാനിന്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് ആണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നോൺ വെജ് കഴിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ, നോമ്പിന്റെ സമയങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ. ഇതിന്റെ മുകളിലേക്ക് അല്പം ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് എന്നും ഒരേ കറി തന്നെ ഉണ്ടാക്കാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.